പിന്നെയുള്ള പ്രശ്നം പുനരധിവാസത്തിൻ്റെതാണ്. പുനരധിവാസം ഫലപ്രദമായി നടത്തേണ്ട ഒന്നാണ്. ഇപ്പോൾ നാം പ്രധാനമായും ശ്രദ്ധിക്കുന്നത് ഇത്തരം കാര്യങ്ങളിലായതുകൊണ്ട് തൽക്കാലം ആളുകളെ ക്യാമ്പിൽ താമസിപ്പിക്കുക. എന്നാൽ ക്യാമ്പ് ഒരു സ്ഥിരവാസമാക്കാൻ കഴിയില്ല. അപ്പോൾ അവരെ കൃത്യമായി പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. ആ പുനരധിവാസ പ്രക്രിയ ഫലപ്രദമായി സ്വീകരിക്കുമെന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. നേരത്തെയും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ അനുഭവം നമുക്കുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ പ്രശ്നത്തിൽ കൂടുതൽ നല്ല നിലയിൽ പുനരധിവാസ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ക്യാമ്പ് കുറച്ച് നാൾ കൂടി തുടരേണ്ടതായിട്ട് വരും. അപ്പോൾ ക്യാമ്പ് തുടരുമ്പോൾ ആ ക്യാമ്പ് വ്യത്യസ്ത കുടുംബങ്ങളിലുള്ളവർ താമസിക്കുന്നൊരു ക്യാമ്പാണ്. ഓരോ കുടുംബത്തിനും ആ കുടുംബത്തിൻ്റെ സ്വകാര്യത കാത്തുസൂക്ഷിക്കാൻ പറ്റുന്ന വിധത്തിലായിരിക്കണം ആ ക്യാമ്പ്. അപ്പോൾ ആ ഒരു ക്രമീകരണമാണ് ഉണ്ടാക്കുക. ആദ്യം നിങ്ങളോടാണ് പറയാനുള്ളത്, ഒരു ക്യാമ്പിനകത്തേക്ക് നിങ്ങൾ ക്യാമറയായിട്ട് കടക്കാൻ പാടില്ല. കാരണം അതൊരു വ്യത്യസ്ത വീടുകളാണ്, വിവിധ വീടുകളാണ്. നിങ്ങൾക്ക് ആരെയെങ്കിലും കാണണമെങ്കിൽ പുറത്ത് വെച്ച് കാണുന്ന നിലയെ സ്വീകരിക്കാം. ക്യാമ്പിന് പുറത്തേക്ക് അവരെ ആരെങ്കിലും വിളിച്ച് കാണുന്നുണ്ടെങ്കിൽ കാണാം. അതേസമയം ക്യാമ്പിനകത്ത് താമസിക്കുന്ന ആളുകളെ കാണാൻ വരുന്നവരുണ്ടാവും. ആ കാണാൻ വരുന്നവരും ക്യാമ്പിനകത്ത് പോയി കാണാൻ പറ്റില്ല. കാരണം ക്യാമ്പിനകത്ത് ആ വീട് മാത്രമല്ല, പല വീടുകളുണ്ട്. അപ്പോൾ പല വീടുകളുടെയും സ്വകാര്യത സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. അപ്പോൾ ക്യാമ്പിന് പുറത്ത് ഒരു റിസപ്ഷൻ പോലൊരു സ്ഥലം ഒരുക്കും. അവിടെ വെച്ച് കാണുക, സംസാരിക്കുക, തിരിച്ചു പോവുക. ഈ ക്രമീകരണം ഉണ്ടാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്യാമ്പിനകത്ത് തദ്ദേശഭരണ സ്ഥാപനത്തിൻ്റെ പ്രതിനിധികളടക്കമുള്ള ജനപ്രതിനിധികൾ, അതേപോലെ ഉദ്യോഗസ്ഥ വൃന്ദം നല്ല രീതിയിൽ ചുമതലയെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ആവശ്യമായ കാര്യങ്ങൾ സഹായിച്ച് എത്തിച്ചു കൊടുക്കാൻ അവർ നടപടികൾ എടുക്കുന്നുണ്ട്. നേരിട്ട് സഹായം കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ അവിടെ അനുവദിക്കാൻ പറ്റില്ല. അത് ശരിയായ രീതിയല്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. പിന്നെയൊരു പ്രധാന പ്രശ്നമുള്ളത് കുട്ടികളുടെ വിദ്യാഭ്യാസമാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഒരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാകരുത് എന്നാണ് കണ്ടിട്ടുള്ളത്. നല്ല പ്രാമുഖ്യം അതിന് കൊടുക്കുകയാണ്. ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്, കുട്ടി എവിടെയാണോ അവിടെ ഇരുന്നു കൊണ്ട് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. അതിനൊരു ക്രമീകരണം വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റും തദ്ദേശഭരണ സ്ഥാപനവും കൂടി ഉണ്ടാക്കണം. അത് തീരുമാനിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ആ കുട്ടി ആ വീട്ടിലായിരിക്കാം, ചിലപ്പോൾ അടുത്തുള്ള വീടുകളിലുള്ള കുട്ടികളെ ഒന്നിച്ചിരുത്താൻ പറ്റുമായിരിക്കും. ഇപ്പോൾ പെട്ടെന്ന് സ്കൂളിലേക്ക് പോകുക എന്ന് പറയുന്നത് പ്രായോഗികമാവില്ല. പക്ഷേ വിദ്യാഭ്യാസം മുടങ്ങാനും പാടില്ല. ആ തരത്തിലൊരു ക്രമീകരണം ഉണ്ടാക്കുക. പിന്നീട് സാധാരണ നിലക്കുള്ള ക്ലാസിൻ്റെ ക്രമീകരണങ്ങളിലേക്ക് കടക്കാമെന്നാണ് കണ്ടിട്ടുള്ളത്.